2024 ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പ് അത് വിജയിക്കാനുള്ള എല്ലാ തന്ത്രങ്ങളും ബി.ജെ.പിയുടെ ഭാഗത്തു നിന്നും നേരത്തെ തുടങ്ങിക്കഴിഞ്ഞു. ഏകദേശം കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞതിന് ശേഷം തന്നെ ബി.ജെ.പി അതിന്റെ എല്ലാ പ്രയത്നങ്ങളും തുടങ്ങിക്കഴിഞ്ഞു എന്ന് വേണം പറയാൻ. എന്നാൽ ഇവയെല്ലാം തന്നെ വെല്ലുവിളിച്ചുകൊണ്ട് അല്ലെങ്കിൽ ഇവയെല്ലാം തന്നെ തന്ത്രപരമായി നേരിടാൻ കോൺഗ്രസിന് എന്താണ് മാർഗമെന്ന് അപ്പോഴും ചില ചോദ്യങ്ങൾ ഉയർന്നു വന്നിരുന്നു. അന്നൊന്നും തന്നെ കൃത്യമായൊരു മറുപടി പറയാൻ കോൺഗ്രസിനായിരുന്നില്ല. ആകെ ചൂണ്ടിക്കാണിക്കാനുണ്ടായിരുന്നത് ഒരു ഇന്ത്യ മുന്നണി മാത്രമായിരുന്നു. എന്നാൽ ആ ചോദ്യങ്ങൾക്കെല്ലാം ഒരു ഉത്തരം എന്നോണമാണ് പിന്നീട് ഭാരത് ജോഡോ ന്യായ് യാത്ര എന്ന രാഹുൽ ഗാന്ധി നയിക്കുന്ന ഒരു ഭാരത പര്യടനം തന്നെ നടത്തുകയാണ് എന്ന വാർത്തകൾ വരുന്നത്. അതായത് രണ്ടാം ഭാരത് ജോഡോ യാത്ര. ഒരർത്ഥത്തിൽ രണ്ടാം ഭാരത് ജോഡോ യാത്ര വരുന്നു എന്ന് പറഞ്ഞപ്പോൾ അത് വലിയ തരത്തിലുള്ള നേട്ടമുണ്ടാകാൻ, അതായത് കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം വലിയ തരത്തിലുള്ള നേട്ടമുണ്ടാകാൻ സാധ്യതയുണ്ട് എന്ന് തന്നെയാണ് വിലയിരുത്തിയിരുന്നത്. എന്നാൽ അതേസമയം തന്നെ ഈ ഭാരത് ജോഡോ യാത്രയെ ബി.ജെ.പി ഭയപ്പെട്ടിരുന്നു എന്നുള്ളതും യാഥാർത്ഥ്യമാണ്. മാത്രമല്ല, ഈ ഭാരത് ജോഡോ യാത്രയ്ക്ക് ജനുവരി 22 അയോധ്യയിലെ രാമക്ഷേത്ര പ്രതിഷ്ഠാ ദിനവുമായി ബന്ധപ്പെട്ടുള്ള ചടങ്ങിന്റെ മോടി കുറയ്ക്കാൻ സാധിക്കുമെന്ന് പോലും അഭ്യൂഹങ്ങൾ പരന്നിരുന്നു. അതായത് ഭാരത് ജോഡോ ന്യായ് യാത്രയെ കണ്ടിരുന്നത് ആദ്യം രാഹുൽ ഗാന്ധി നടത്തിയ ഒന്നാം ഭാരത് ജോഡോ യാത്രയുടെ അതേ ഗൗരവത്തിൽ തന്നെയാണ്, അതേ ആവേശത്തിൽ തന്നെയാണ്. പക്ഷേ അതേ ആവേശത്തിൽ തന്നെ ആ യാത്രയെ കൊണ്ടുപോകാൻ, അതായത് ഇപ്പോഴത്തെ ഭാരത് ജോഡോ ന്യായ് യാത്രയെ കൊണ്ടുപോകാൻ രാഹുൽ ഗാന്ധിക്ക് സാധിച്ചിട്ടുണ്ടോ എന്നുള്ളതാണ് ഇപ്പോൾ ഉയരുന്ന ചോദ്യം. ഭാരത് ജോഡോ യാത്രയിൽ നിന്നും ഭാരത് ജോഡോ ന്യായ് യാത്രയ്ക്കുള്ള വ്യത്യാസം എന്താണ് എന്നുള്ള ചോദ്യത്തിന് പ്രധാന ഉത്തരം എന്ന് പറയുന്നത് രണ്ടാം ഭാരത് ജോഡോ യാത്ര അഥവാ ഭാരത് ജോഡോ ന്യായ് യാത്ര എന്ന് പറയുന്നത് അത് ബസ്സിലാണ് എന്നുള്ളത് തന്നെയാണ്. അപ്പോൾ എന്താണ് ഭാരത് ജോഡോ ന്യായ് യാത്രയുടെ പ്രധാന പ്രശ്നം അഥവാ വെല്ലുവിളി എന്ന് ചോദിച്ചാൽ അതേ ബസ് തന്നെയാണ് ഉത്തരമെന്നും പറയേണ്ടി വരും. കാരണം ഭാരത് ജോഡോ യാത്ര, അതായത് ആദ്യത്തെ ഭാരത് ജോഡോ യാത്ര തുടങ്ങിയ സമയത്ത് വലിയ കോളിളക്കം തന്നെ സൃഷ്ടിക്കാനായിട്ട് ആ യാത്രയ്ക്ക് സാധിച്ചു. കാരണം അത് ജനസമ്പർക്ക പരിപാടിയായിരുന്നു. ജനങ്ങൾക്ക് ഇടയിലേക്ക് കാൽനടയായി ഇറങ്ങി ചെല്ലുക തന്നെയായിരുന്നു. അതുകൊണ്ട് തന്നെ ഓരോ ചുവടിലും ആളുകളെ കൂട്ടിച്ചേർത്തുകൊണ്ടായിരുന്നു ആ യാത്ര കന്യാകുമാരി മുതൽ കാശ്മീർ വരെ ചെന്നെത്തിയത്. പക്ഷേ അതേസമയം തന്നെ ഭാരത് ജോഡോ ന്യായ് യാത്രയെ നോക്കുമ്പോൾ ഭാരത് ജോഡോ ന്യായ് യാത്ര എന്ന് പറയുന്നത് ഒരു ബസ്സിനുള്ളിൽ തന്നെ ആയതുകൊണ്ട് വലിയ രീതിയിലുള്ള ആളുകളെ സ്വാധീനിക്കാനായിട്ട് ചില മണ്ഡലങ്ങളിൽ എത്തുമ്പോഴോ അല്ലെങ്കിൽ ചില ആൾക്കൂട്ടങ്ങൾക്കിടയിൽ എത്തുമ്പോഴോ അല്ലാതെ വലിയ തോതിലുള്ള ഒരു ഇമ്പാക്ട് ഭാരത് ജോഡോ യാത്രയുമായി കമ്പയർ ചെയ്യുമ്പോൾ ഉണ്ടാക്കാനായിട്ട് സാധിക്കുന്നില്ല എന്നുള്ളതാണ് അതിലെ പ്രധാനപ്പെട്ട വസ്തുത. മറ്റൊരു കാര്യം ഭാരത് ജോഡോ ന്യായ് യാത്രയുടെ ബസ്സിന് തന്നെയാണ്. അതായത് ആ ബസ്സുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇപ്പോൾ കോൺഗ്രസ്സുകാർക്ക്, പ്രത്യേകിച്ചും കേരളത്തിലെ കോൺഗ്രസ്സുകാർക്ക് പ്രത്യേകിച്ച് മറുപടി ഒന്നും പറയാനില്ല എന്നുള്ളതാണ് അതിലെ മറ്റൊരു രസകരമായ വാദം. അതായത് കേരളത്തിൽ പിണറായി വിജയന്റെ നേതൃത്വത്തിൽ നവകേരള സദസ്സ് യാത്ര നടത്തിയ സമയത്ത് ആ ബസ് പുറത്തിറക്കുന്നതിന് മുൻപേ തന്നെ ആ ബസ്സിനെ കുറിച്ച് ഊഹാപോഹ കഥകളെല്ലാം മെനഞ്ഞത് ഇതേ പ്രതിപക്ഷം തന്നെയാണ്, ഇതേ കോൺഗ്രസ്സുകാർ തന്നെയാണ്. പക്ഷേ അന്ന് കോൺഗ്രസ്സുകാർ നവകേരള സദസ്സിലെ ബസ്സിന് ഉണ്ടാകും എന്ന് പറഞ്ഞ എല്ലാ ഫെസിലിറ്റീസുകളും എല്ലാ സൗകര്യങ്ങളും ഉൾക്കൊള്ളിച്ചുകൊണ്ട് തന്നെയാണ് ഇപ്പോൾ രാഹുൽ ഗാന്ധി നയിക്കുന്ന ഭാരത് ജോഡോ ന്യായ് യാത്രയും പുരോഗമിക്കുന്നത്. ഇപ്പോൾ ഭാരത് ജോഡോ ന്യായ് യാത്രയുമായി ബന്ധപ്പെട്ടുകൊണ്ട് യാതൊരു തരത്തിലുള്ള വിമർശനങ്ങൾ വരുന്നില്ല. ബസ്സിന് വരുന്ന തുകയുടെ കണക്കുകളെ പറ്റി പരാമർശമില്ല. യാതൊരു തരത്തിലുള്ള പ്രശ്നങ്ങളുമില്ല എന്നുള്ളത് തന്നെയാണ്. ഇനി അതെല്ലാം മാറ്റിവെച്ചു കഴിഞ്ഞാൽ എങ്ങനെയാണ് ഭാരത് ജോഡോ യാത്ര ഈ തെരഞ്ഞെടുപ്പിനെ ബാധിക്കാൻ പോകുന്നത് എന്നുള്ള ഒരു ചോദ്യം കൂടിയുണ്ട്. ആ ചോദ്യത്തിന് മുന്നോടിയായി കഴിഞ്ഞ തവണ രാഹുൽ ഗാന്ധി ഭാരത് ജോഡോ യാത്ര നടത്തിയ സാഹചര്യത്തിൽ അദ്ദേഹത്തിന്റെ ചില വാക്കുകൾ ഇന്നും ഓർക്കപ്പെടുന്നുണ്ട്. അത് എല്ലാ കാലത്തും ഇന്ത്യയുടെ രാഷ്ട്രീയ ചരിത്രത്തിൽ തന്നെ ആലേഖനം ചെയ്യപ്പെടുകയും ചെയ്യുന്നതാണ്. അതായത് വിദ്വേഷത്തെ മാറ്റി നിർത്തിക്കൊണ്ടുള്ള സന്ദേശങ്ങളായിരുന്നു അദ്ദേഹം പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അത് ഭരണപക്ഷത്തിന് എതിരാണെങ്കിൽ പോലും അദ്ദേഹം മിതത്വം പാലിക്കാനായിട്ട് ശ്രദ്ധിച്ചിരുന്നു എന്നുള്ളത് തന്നെയാണ്. അദ്ദേഹത്തിന്റെ ആ വാക്കുകൾ തന്നെയാണ് എല്ലാ കാലത്തും പ്രസക്തമായി നിൽക്കുന്നത്. ഭാരത് ജോഡോ എന്ന് പറയുമ്പോൾ അദ്ദേഹം നടന്നു തീർത്ത വഴികളെ പോലെ തന്നെയും അദ്ദേഹത്തിന്റെ വാക്കുകളും എന്നും ഓർമ്മിക്കപ്പെടുന്നുണ്ട് എന്നുള്ളത് തന്നെയാണ് വാസ്തവം. എന്നാൽ ഈ യാത്രയിൽ രാഹുൽ ഗാന്ധി പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കെതിരെ ചില വിമർശനങ്ങളെല്ലാം തന്നെ ഉന്നയിക്കുകയുണ്ടായി. ഇതുവരെ കൺമുന്നിൽ നഷ്ടമായ മണിപ്പൂരിലെ ജനങ്ങളെ ആശ്വസിപ്പിക്കാൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി എത്താത്തത് നാണക്കേടാണെന്ന് രാഹുൽ ഗാന്ധി പറഞ്ഞിരുന്നു. മോദിക്കും ബി.ജെ.പിക്കും RSSനും ഒരുപക്ഷെ മണിപ്പൂർ ഇന്ത്യയുടെ ഭാഗമായിരിക്കില്ലെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. മണിപ്പൂരിന്റെ സമാധാനവും സാഹോദര്യവും തങ്ങൾ തിരിച്ചു കൊണ്ടുവരുന്നും ഭാരത് ജോഡോ യാത്രയ്ക്ക് തുടക്കം കുറിച്ചുകൊണ്ട് രാഹുൽ ഗാന്ധി പറഞ്ഞ വാക്കുകളാണ്. യഥാർത്ഥത്തിൽ ഈ ഭാരത് ജോഡോ യാത്ര ആരംഭിച്ചത് മണിപ്പൂരിൽ നിന്ന് തന്നെയാണ്. അത് വ്യക്തമായ കോൺഗ്രസിന്റെ പൊളിറ്റിക്സ് തന്നെയാണ്. കാരണം യാതൊരു കാരണവശാലും ബി.ജെ.പിക്ക് ഇപ്പോഴത്തെ രാഷ്ട്രീയ സാഹചര്യത്തിൽ ബി.ജെ.പിയുടെ അജണ്ട നടപ്പിലാക്കാൻ പറ്റാത്ത ഏക സംസ്ഥാനം എന്ന് പറയുന്നത് മണിപ്പൂരാണ്. കടന്നു ചെല്ലാനുള്ള ബുദ്ധിമുട്ട് കൊണ്ട് തന്നെയാണ്. കാരണം കഴിഞ്ഞ കുറച്ച് നാളുകളായി മണിപ്പൂരിലെ ജനങ്ങൾ അത്രയധികം ദുരിതം അനുഭവിക്കുകയാണ്. 2 സ്ത്രീകൾ റോഡിലൂടെ നഗ്നരാക്കി നടക്കപ്പെട്ടപ്പോൾ മാത്രമാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി മണിപ്പൂരിലേക്ക് സംഘർഷത്തെക്കുറിച്ച്
വിഷയത്തെക്കുറിച്ചോ കലാപത്തെക്കുറിച്ചോ ഒരു വാക്കും വേണ്ടിയത്. അതും എനിക്ക് ആ വിഷയത്തിൽ നാണക്കേടുണ്ട്, ഞാനതിൽ ലജ്ജിക്കുന്നു എന്നുമുള്ള വാക്കുകൾ മാത്രമായിരുന്നു അദ്ദേഹത്തിന്റെ ഭാഗത്തു നിന്നുമുണ്ടായത്. അതായത് അതിന് പരിഹാരമാർഗമോ ഇനി എന്താണ് ഇതിനുള്ള പോംവഴിയെന്നോ ആ സംഘർഷത്തിനെ എങ്ങനെയാണ് അടിച്ചമർത്താൻ ശ്രമിക്കുന്നതെന്നോ തരത്തിലുള്ള യാതൊരു തരത്തിലുള്ള പോംവഴികളോ ഒന്നും തന്നെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ഭാഗത്തു നിന്നും ഉണ്ടായില്ല എന്നുള്ളതാണ് ഏറ്റവും വിമർശനകരമായ കാര്യം. അതേ രാഷ്ട്രീയ സാഹചര്യത്തിൽ തന്നെയാണ് ഇപ്പോൾ ഭാരത് ജോഡോ ന്യായ് യാത്ര രാഹുൽ ഗാന്ധി മണിപ്പൂരിൽ നിന്നും തുടങ്ങുന്നത്. ഇന്നലെ മണിപ്പൂരിൽ നിന്നും തുടങ്ങിയ ഭാരത് ജോഡോ ന്യായ് യാത്ര ഇന്നുകൂടി തുടർന്ന് നാഗാലാൻഡിലേക്ക് പ്രവേശിച്ചു കഴിഞ്ഞു. അതായത് 2 ദിവസം നീളുന്ന മണിപ്പൂർ സന്ദർശനം. അത് തന്നെയാണ് കോൺഗ്രസ് മുന്നോട്ട് വയ്ക്കുന്ന രാഷ്ട്രീയമെന്നും ഇതിൽ നിന്നും വ്യക്തമാണ്. ഇനി ഉയർന്നു വരുന്ന ചോദ്യം ഇതാണ്: 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പിന് ഇനി മാസങ്ങൾ മാത്രം അവശേഷിക്കെ ഇതേ ഭാരത് ജോഡോ ന്യായ് യാത്രയുടെ ഇതേ രാഷ്ട്രീയം വെച്ചുകൊണ്ട് മാത്രം വോട്ട് ശേഖരണത്തിന് കോൺഗ്രസിനോ അഥവാ ഇന്ത്യ മുന്നണിക്കോ സാധിക്കുമോ എന്നത് മാത്രമല്ല, ഇതിലപ്പുറം കോൺഗ്രസിന്റെ പക്കൽ മറ്റെന്തെങ്കിലും തന്ത്രങ്ങൾ ഉണ്ടോ